നടുവേദന വന്നാൽ ദിവസങ്ങളോളം റെസ്റ്റ് എടുക്കണോ? നടുവേദനയ്ക്ക് എത്ര ദിവസം റെസ്റ്റ് വേണം? എപ്പോഴാണ് നടക്കാനും ജോലിക്ക് പോകാനും തുടങ്ങേണ്ടത്? വിശദമായി പറഞ്ഞു തരാം. കിടന്നാൽ മാത്രമേ നടുവേദന മാറൂ എന്ന് പലരും പറയാറുണ്ടല്ലോ. എന്നാൽ എല്ലാ നടുവേദനയ്ക്കും ദിവസങ്ങളോളം റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമില്ല എന്നതാണ് വാസ്തവം. മിക്ക അക്യൂട്ട് ലോ ബാക്ക് പെയിൻ കേസുകളിലും 1-2 ദിവസത്തിൽ കൂടുതൽ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് സാധാരണയായി ശുപാർശ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ദിവസം റെസ്റ്റ് എടുക്കരുത് എന്ന് പറയുന്നത്? കാരണം കൂടുതൽ ദിവസം കിടക്കുമ്പോൾ ബാക്ക് മസിൽസിന് കൂടുതൽ ബലക്കുറവ് ഉണ്ടാവുകയും ജോയിന്റ് സ്റ്റിഫ്നെസ് വർദ്ധിക്കുകയും ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയുകയും ചെയ്യും. അതിന്റെ ഫലമായി വീണ്ടും എഴുന്നേറ്റ് നടക്കുമ്പോൾ വേദന കൂടുതലായി അനുഭവപ്പെടുകയും റിക്കവറി താമസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നടുവേദന കുറയാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യ 24 മുതൽ 48 മണിക്കൂറിൽ വേദന വളരെ കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വിശ്രമമാവാം. പക്ഷേ അതിനുശേഷം വേദന സഹിക്കാവുന്നത്രയായാൽ ചെറിയ ദൂരം നടക്കുക, ലളിതമായ ദൈനംദിന ജോലികൾ ചെയ്യുക എന്നിവ ആരംഭിക്കുന്നത് പലരിലും റിക്കവറി വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റെസ്റ്റ് എന്നത് ഒരു ദിവസം മുഴുവൻ പൂർണ്ണമായി കിടക്കുക എന്നുള്ളതല്ല. അതുപോലെ വേദന കാര്യമാക്കാതെ ഹെവി വെയിറ്റ് എടുക്കുക, കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്യുക, കഠിനമായ എക്സസൈസ് ചെയ്യുക എന്നിവയും പാടില്ല. എപ്പോഴാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? നടുവേദനയോടൊപ്പം കാലിന് ബലക്കുറവ്, മലമോ മൂത്രമോ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, സാഡിൽ ഏരിയയിൽ മരവിപ്പ്, ഉയർന്ന പനി, ഗുരുതരമായ അപകടത്തിന് ശേഷമുള്ള വേദന ഇവയുണ്ടെങ്കിൽ ഉടനെ വിദഗ്ധ ചികിത്സ തേടണം. എന്തുകൊണ്ടെന്നാൽ ഇവയൊന്നും ഒരു സാധാരണ നടുവേദനയുടെ ലക്ഷണങ്ങളല്ല. നടുവേദന മാറണമെങ്കിൽ കൂടുതൽ ദിവസം കിടക്കണം എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. നടുവേദനയുടെ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സയും ആവശ്യമായ സമയത്ത് വേണ്ട വിധത്തിലുള്ള മൂവ്മെന്റും ആരംഭിക്കുമ്പോഴാണ് റിക്കവറി വേഗത്തിലാകുന്നത്. നടുവേദന വന്നാൽ നിങ്ങൾ ദിവസങ്ങളോളം റെസ്റ്റ് എടുക്കാറുണ്ടോ? കമന്റ് ചെയ്യൂ. നടുവേദന കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യൂ. നടുവേദന സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.